ഓക്കെ. സോ നമുക്കിന്ന് പഠിക്കാനുള്ളത് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടനകളൊന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന പറയുന്നുണ്ട് സെൻട്രലിൻ്റെ പവർ എന്ത്, സ്റ്റേറ്റിൻ്റെ പവർ എന്ത്, ഇനി അത് കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് രാജിൻ്റെ പവർ എന്ത് റിഗാർഡിംഗ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, റിഗാർഡിംഗ് എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് വാട്ട് മൊബിലൈസേഷൻ ഓഫ് ടാക്സ് റവന്യൂ. അപ്പോൾ ഭരണഘടന ഭയങ്കര ക്ലിയർ ആയിട്ട് അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട് സെൻട്രൽ സ്റ്റേറ്റിന്. അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഇന്നലെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു. അപ്പം പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 5 ഇയർ പ്ലാനിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു, നൊസ്റ്റാൾജിക്കായിട്ട് പഴയ കാലഘട്ടം. എന്നുവരെ പഴയെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരെ 2015 വർഷം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും, അന്ന് 10ാം ക്ലാസ് പാസ്സാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ 2015 പ്ലാനിങ് അവസാനിച്ചു. 1951 തൊട്ട് 2015 വരെ പ്ലാനിങ് 2017 അവസാനിച്ചെന്ന് പറയാം. അതാണ് 51 ആണല്ലോ. 1951 തൊട്ട് ഞാൻ മീരയും കൂടെ അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ. സോ 1951 തൊട്ട് 2017 വരെ കണക്കി പറയും. 2015 തന്നെ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടപ്പെട്ട പോലെയായി. പിന്നെ നമുക്ക് 2017 ചുമ്മാ അരിത്തമെറ്റിക്കായിട്ട് അങ്ങ് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്നെ പറഞ്ഞിട്ട്, അപ്പോൾ ഇതാണ് ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്ലാനിംഗ് കമ്മീഷൻ അത്ര പ്രധാനപ്പെട്ട ഒരു റോള് ഇതിൻ്റെ അത് വഹിച്ചു. എങ്ങനെ ഇന്ത്യയിലെ ഇക്കണോമിക് ആക്ടിവിറ്റി, സെൻട്രലാണല്ലോ ടാക്സൊക്കെ പിരിച്ചിട്ട്, ഗവൺമെൻറ് ഡോമിനേറ്റഡ് ആണല്ലോ, പബ്ലിക് സെക്ടറൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ഇക്കണോമിക് ആക്ടിവിറ്റി ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ജോലി ഈ പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ്, അതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലേ. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് പുറത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട്, അവയൊക്കെ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ അവർക്ക് സപ്പോർട്ടായിട്ട് ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് ഇറ്റ് ഹാസ് നോ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇറ്റ് വിൽ ഹാവ് ഓൺലി റെക്കമെൻഡേറ്ററി പവർ. അതാണ് സ്വാഭാവികമായിട്ട് ഇനി റെക്കമെൻഡേഷൻ ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എൻ്റെ റെക്കമെൻഡേഷൻസൊക്കെ. അപ്പോൾ അങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറയാൻ. അപ്പം ഈ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഫൈനാൻസ് കമ്മീഷനിലേക്ക് വരുമ്പോൾ, ഫൈനാൻസ് കമ്മീഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ഭരണഘടന പറയുന്നുണ്ട്. ഭരണഘടന ഏത് ആർട്ടിക്കിൾ പറയുന്നുണ്ട്? 280 പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ആർട്ടിക്കിൾ 280. ഭരണഘടനയുടെ ആർട്ടിക്കിളൊക്കെ ചുമ്മാ നോക്കിയേക്കണം, അവിടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് അങ്ങനെയുള്ള ഒത്തിരി ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ, അതുള്ള ആർട്ടിക്കിൾസ്. സോ ഇവിടെ ഫൈനാൻസ് കമ്മീഷൻ്റെ ഫോർമേഷനെ കുറിച്ച് ആർട്ടിക്കിൾ 280 പറയുന്നുണ്ട്. ആ 280 പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ എന്തുകൊണ്ടാണ് ഫൈനാൻസ് കമ്മീഷൻ വരുന്നത്, എന്തുകൊണ്ട്? അതിൻ്റെ കാരണം അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂ ഒക്കെ സെൻട്രലിൻ്റെയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സ് റവന്യൂ. ഓക്കെ. ഫാസ്റ്റ് ഗ്രോയിങ് ടാക്സസ് ആർ വിത്ത് ദി സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ നോക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കോർപ്പറേറ്റ് ടാക്സ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പുരോഗതിയിരിക്കുന്നത്. പേഴ്സണൽ ഇൻകം ടാക്സ്, വ്യക്തികൾക്ക് ഇൻകം കിട്ടും. ഒരു ഇക്കോണമി വളരുമ്പോൾ ഏറ്റവും കൂടുതൽ വളരുന്നത് വ്യക്തികളും കമ്പനികളുമാണ്. ഗുഡ്സിൻ്റെ മേലുള്ള ടാക്സ് നമ്മൾ കുറയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? GSTയുടെ റേറ്റ് കുറയ്ക്കും. അത് ഒരു പരിണാമത്തിൻ്റെ പ്രത്യേകതയാണ്. It is an evolutionary feature of every economy that as the economy grows from one phase to another, from one grade to a higher grade, the commodity tax rate will be coming down. So that's what happening in the developed economies. The commodity tax, when you are buying a commodity, the tax rate will be low. So that is a feature of what we can say a developed economy. Whereas in the case of a developing economy, the commodity tax rate and commodity tax revenues are high. So that is a profile picture of a developing economy where commodity tax rates are high, commodity tax revenues are high. But in the developed economy, the direct taxes are high. Direct taxes are taxes which are imposed on your income, your property, wealth, capital gains, etc. So you are taxed only if you have income. Okay. So if you are purchasing some commodity, the tax rate will be low. So this is a picture of a developed economy. We are moving from a developing economy to a developed economy. In that transition part, what will happen? The tax rate of goods tax will come down. The tax contribution as well as tax share of the indirect tax or commodity tax will come down. On the other hand, the contribution of corporate tax, income tax, personal tax, income tax, so they will go up. അപ്പോൾ ഇതൊരു ട്രാൻസിഷണൽ ഫീച്ചറാണ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഫീച്ചറാണ് ഒരു ഇക്കോണമി വളരുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കൈവരിക്കുന്ന ടാക്സ് ഏതൊക്കെയാണ്? സെൻട്രലിലെ കോർപ്പറേറ്റ് ടാക്സ്, സെൻട്രലിലെ പേഴ്സണൽ ടാക്സ്. ഇത് രണ്ടും ആരുടെയാണ്? സെൻട്രലിൻ്റെ. ഇത് സ്റ്റേറ്റിന് പിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം പറഞ്ഞാൽ നമ്മളോട് പറയുന്നുണ്ട് എന്താണ്, ഈ ടാക്സൊക്കെ സെൻട്രലിനും സ്റ്റേറ്റിന് മാത്രമേ സെൻട്രലിന് മാത്രമേ പിരിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ടാക്സും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോത്ത് കൈവരിക്കുന്ന ടാക്സ് റവന്യൂ ഒക്കെ ആരുടെ ആയിരിക്കും? സെൻട്രലിൻ്റെ ആയിരിക്കും.
മനസ്സിലായല്ലോ. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഡിഡക്ഷനാണ്. നമ്മളൊരു അസംഷൻ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മൾ കണ്ടെത്തി, സെൻട്രലിൻ്റെയും സ്റ്റേറ്റിനും ഭരണഘടന ടാക്സ് റിസോഴ്സ് കൊടുക്കുമ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കൈവരിക്കുന്ന ടാക്സ് റിസോഴ്സൊക്കെ സെൻട്രലിൻ്റെയാണ്. നമ്മൾ എക്സ്പെൻഡിച്ചർ വരിക ഫാസ്റ്റ് ഗ്രോയിങ് എക്സ്പെൻഡിച്ചർ ഏരിയാസ് വിത്ത് സ്റ്റേറ്റ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കൂടുതലും സ്റ്റേറ്റിൻ്റെയാണ്. ഹെൽത്ത് സ്റ്റേറ്റ് മാറ്ററാണ്. അതുകൊണ്ടല്ലേ കോവിഡ് വന്നപ്പോഴത്തേക്കും കോവിഡിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ല, പിന്നെ ആരാണ്? സ്റ്റേറ്റാണ്. ഓരോ സ്റ്റേറ്റിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ചാണ് കോവിഡ് കേരളം ഭയങ്കര പെർഫോം ചെയ്യുന്നു പറയാനുള്ള കാരണം ഹെൽത്ത് ഈസ് ഓൾമോസ്റ്റ് എ സബ്ജക്റ്റ് ഓഫ് വാട്ട് വി ക്യാൻ സേ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ നമ്മളൊരു രാജ്യം വികസനം പ്രാപിക്കുമ്പോൾ, ഒരു സൊസൈറ്റി മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആകും. ശരിയല്ലേ? നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവും, നമ്മൾ ഭയങ്കര അതുപോലെ ഫുഡ് കോൺഷ്യസ് ആവും. ഫുഡിൻ്റെ നിലവാരത്തെ പണ്ടൊക്കെ എന്ത് കിട്ടിയാലും തിന്നുമായിരുന്നു, ഇപ്പോൾ നമ്മൾ അങ്ങനെ കഴിക്കും ഇല്ല. ഫുഡ് കോൺഷ്യസ് ആവും, നമ്മൾ ഭയങ്കര വെൽഫെയർ കോൺഷ്യസ് ആവും. ശരിയല്ലേ? വെൽഫെയർ കോൺഷ്യസിന് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ വളർന്ന അതേ ലെവലിൽ നിങ്ങളെ പേരൻസ് വളർന്നതിനേക്കാൾ എത്രയോ കെയറോടുകൂടിയാണ് നിങ്ങൾ വളർന്നത്. ആ പേരൻസിനോട് ചോദിച്ചു നോക്കൂ. കാരണം നമ്മളെ പുറത്തോട്ട് പോലും ഇറക്കിയാല. ശരിയല്ലേ? എല്ലായിടത്തും നമ്മുടെ സേഫ്റ്റി കോൺഷ്യസ് ലെവൽ അങ്ങ് കൂടുക. അപ്പോൾ വെൽഫെയർ കോൺഷ്യസ്, ഈ വെൽഫെയർ ആക്ടിവിറ്റിക്ക് ആരുടെ ജോലിയാണെന്ന് പറയുക? സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണ്. നമ്മൾ വെൽഫെയർ ആക്ടിവിറ്റി കുറഞ്ഞു പോയി. ഇപ്പോൾ ചെത്തൊഴിലാളി പെൻഷൻ, ബീഡി പെൻഷൻ, ലോട്ടറി പെൻഷൻ ആരുടെ ജോലിയാണ്? സ്റ്റേറ്റിൻ്റെ ജോലിയാണ്. ശരിയല്ലേ? നമ്മുടെ കോളേജിനെ ഫൈനാൻസ് തരുന്നത് ആരുടെ ജോലിയാണ്? സ്റ്റേറ്റിൻ്റെ ജോലിയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടില്ല നമ്മൾ ആദ്യമേ പേടിപ്പിക്കുന്ന ആരെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ സമരം ചെയ്യും. സെൻറ്റർ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ സമരം ചെയ്യാൻ പോകില്ല. അതിന് നമ്മുടെ വിചാരം അല്ലെങ്കിൽ നമുക്കറിയാം അതാരുടെ ജോലിയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ മോസ്റ്റ് ഓഫ് ദി വെൽഫെയർ എക്സ്പെൻഡിച്ചർ ആർ വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓർ ദി എക്സ്പെൻഡിച്ചർ which gets highest pace of growth are with the state government or this responsibilities of the state government. അപ്പോൾ ഇതുകൊണ്ട് അവിടെ എന്താണെന്ന് അറിയോ? ദർ ഈസ് ആൻ അസിമെട്രി. അത് ഈ കാര്യം അറിഞ്ഞാലേ നമുക്ക് ഫൈനാൻസ് കമ്മീഷൻ എന്തുകൊണ്ട് ജനിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു, ഭരണഘടന 1950 ഉണ്ടാക്കിയപ്പോൾ എന്നിട്ട് ഫ്രെയിം ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ 280 വന്നത്? So there is an asymmetry. That asymmetry has not occurred what we can say over the last 25 years. It is there, or it is what we can say built in. നമ്മൾ ബിൽറ്റ് എന്നുള്ള വാക്ക് ഇവിടെ എഴുതിക്കോട്ടെ. ബിൽറ്റ് ഇൻ. അത് ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്. കാരണം ഭരണഘടന ഒരു ഫെഡറലിസ്റ്റ് സെറ്റപ്പ് ആണെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കണം ഇന്ത്യയിൽ ഫെഡറൽ സെറ്റപ്പാണ്. പക്ഷേ ദർ ഇസ് എ യൂണിറ്ററി ബയാസ് എന്ന് പറഞ്ഞാൽ അറിയാം സെൻറ്ററിനാണ് റോള് കൂടുതൽ. അപ്പം സെൻറ്ററിന് റോള് കൂടുതലുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചറാണ് എവിടെ? ഇന്ത്യയിൽ. നേരെ തിരിച്ച് അമേരിക്ക നമ്മൾ നോക്കൂ. അവിടെ അമേരിക്കൻ ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു സെൻട്രൽ ബാങ്ക് അമേരിക്കയിൽ മൊത്തം ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, സെൻട്രൽ ബാങ്ക് ഓഫ് ന്യൂയോർക്ക്. അപ്പോൾ നമുക്ക് ഭയങ്കര ചിരി വരും. അയ്യോ ഇവിടെ RBI മാത്രമേ ഉള്ളൂ, അവിടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവിടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെഡറൽ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു അവസ്ഥ? എല്ലാ സ്റ്റേറ്റും ഇഷ്ടം പറഞ്ഞ് നോട്ടടിച്ചാനല്ലേ. അപ്പോൾ അവിടെ എല്ലാം അങ്ങനെ എല്ലാത്തിനും നിയമങ്ങളെല്ലാത്തിനും ഉണ്ട്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. ബിറ്റ് കോയിന് ഭയങ്കര സ്വാഗതം കൊടുക്കുന്ന ഒരു പ്രൊവിൻസ് അവിടെ ഉണ്ട് അമേരിക്കയിൽ. അവിടെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ്. നമ്മളവിടെ ബിറ്റ് കോയിനൊക്കെ വിലക്കിലോ. അപ്പോൾ അവിടെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഫെഡറൽ ഗവൺമെൻറ്റുകൾക്ക് ഭയങ്കര പവർ കൂടുതലാണ്. ഇവിടെ എങ്ങനെയല്ല, പവർ കുറവാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അസിമെട്രി എന്ന് പറഞ്ഞാൽ കയറ്റിറക്കം എന്നതിന് അർത്ഥം. സെൻറ്ററിന് കൂടുതൽ റിസോഴ്സസ്, സ്റ്റേറ്റിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ ഉണ്ടായിരിക്കണം, റിസോഴ്സസും കൂടെ വേണം. അതല്ലേ അതിൻ്റെ ഒരു നീതി. ശരിയല്ലേ? എത്ര റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ച് റിസോഴ്സ് വേണം. സ്റ്റേറ്റിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, സ്റ്റേറ്റിന് കുറച്ച് റിസോഴ്സസ്. അതുകൊണ്ട് എന്തുണ്ട്? അവിടെ ഒരു അസിമെട്രി ഉണ്ട്. ആ അസിമെട്രി ഫില്ല് ചെയ്യണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയവർ പറഞ്ഞു ഇന്ത്യയിൽ ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്. ഇന്ത്യ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ സെൻറ്ററിന് കൂടുതൽ പവർ വേണം. പവർ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ പവറാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ പവറും വേണം. അങ്ങനെ വന്നപ്പോഴത്തേക്കും സെൻറ്ററിന് കൂടുതൽ പവറും സ്റ്റേറ്റിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നേക്കുന്നത്? ആർട്ടിക്കിൾ 280 വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 280 തന്നെയാണ് പറയുന്നത്. ഓക്കെ, ടു സോൾവ് ദിസ് വെർട്ടിക്കൽ ഇംബാലൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വെർട്ടിക്കൽ ഇംബാലൻസ്? സി ആക്ച്വലി വെർട്ടിക്കൽ മീൻസ് ദിസ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ, this is a horizontal line. Okay, so vertical means from the center, here comes states, from the center to the states there is asymmetry. So that is called what we can say the vertical imbalance or vertical asymmetry, vertical financial asymmetry between what the center and the state. അപ്പം സെൻറ്റർ മുകളിലും സ്റ്റേറ്റിൽ താഴെയും ആണല്ലോ. ആ അസിമെട്രി ഒഴിവാക്കാൻ വേണ്ടി to solve this vertical imbalance the constitution laid down certain provisions. ഓക്കെ, പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് ആർട്ടിക്കിൾ 280. അതിന് മുമ്പ് ഇൻട്രഡക്ഷൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയെന്നാണ് എൻ്റെ വിചാരം. ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, സോ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഐഡിയ ഒക്കെ മനസ്സിൽ ഒറ്റയടിക്ക് വരണം. ഫൈനാൻസ് കമ്മീഷൻ എന്താണെന്ന് ചുമ്മാ വെറുതെ നമ്മൾ
കിളി പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് വന്നെന്ന് നമുക്ക് നോക്കാം. ആ പാരഗ്രാഫ് ഫസ്റ്റ് പറയാൻ നോക്കും. ഇന്ത്യ ഈസ് ഹാവിങ് എ വെൽ സ്ട്രക്ചേർഡ് പോർട്ടൽ സെറ്റപ്പ് ഓർ ദി സെൻറ്റർ ആൻഡ് ദി സ്റ്റേറ്റ് ഹൗ സ്പെസിഫിക് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇൻ ദി കേസ് ഓഫ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ഓൾസോ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റിപ്പുലേറ്റ് ദി ഫൈനാൻഷ്യൽ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് both governments clearly. Okay, there is a central list, there is a state list, there is a concurrent list. The constitutional provisions have resulted in a situation of central state imbalance in terms of responsibilities and resources. Okay, നമുക്ക് ആണെങ്കിൽ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്കുള്ള ടാക്സ് വരുമാനം എന്നതിന് അർത്ഥം. ഹിയർ മോസ്റ്റ് ഓഫ് ദി ഫാസ്റ്റ് ഗ്രോയിങ് ടാക്സസ് ആർ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്, ഓൺ ദി അതർ ഹാൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, ഇൻ ദിസ് വേ ഫിനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഹാവ് ബിക്കം നോട്ട് ഇനഫ് ടു ഫിനാൻസ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ സ്റ്റേറ്റിന് എത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ച് അത് ഫില്ല് ചെയ്യാനുള്ള ടാക്സ് റവന്യൂ അവർക്കില്ല. ദിസ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബിൽറ്റ് വെർട്ടിക്കൽ financial asymmetry between the center and state. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ്. സോ ടു സോൾവ് ദിസ് ദെയർസ് ആർട്ടിക്കിൾ 20, നോട്ട് ജസ്റ്റ് ദിസ് വെർട്ടിക്കൽ അസിമെട്രി. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ എന്തുണ്ട്, ഒരു അസിമെട്രി ഉണ്ട് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസോഴ്സസ്. സോ ദിസ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബിറ്റ് ആൻഡ് ദിസ് വി കോൾഡ് ദിസ് അസിമെട്രി ആസ് വാട്ട് വി ക്യാൻ സേ ദ വെർട്ടിക്കൽ അസിമെട്രി. ഇനി ഈ വെർട്ടിക്കൽ അസിമെട്രി മാത്രമല്ല, ദർ ഇസ് എ ഹൊറിസോണ്ടൽ അസിമെട്രി ആസ് വെൽ. വാട്ട് ഈസ് ദ ഹൊറിസോണ്ടൽ അസിമെട്രി? ഹൊറിസോണ്ടൽ മീൻസ് ഹിയർ ഇസ് എ സെൻട്രൽ, here are the states, this is Kerala, this is Uttar Pradesh, this is Maharashtra, like that. There is horizontal asymmetry. Some state have sizable income like Kerala, so or Goa or Delhi or Haryana, they have reasonably high level of income. Their people enjoy good standard of living. Okay, so their social consciousness is high, their per capita income that is also very high, so that their people, people in this state enjoy good standard of living. We call such a state as G8 state. G8 state എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, തമാശയ്ക്ക് വിളിക്കുന്ന എന്ന് പറയാൻ G8 രാജ്യങ്ങളുണ്ട്, ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ. നമ്മുടെ ട്രംപിൻ്റെ അമേരിക്ക ഉൾപ്പെടെ അവരുണ്ടാക്കിയ എലൈറ്റ് ക്ലബ്ബാണ് G8. നമ്മൾ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കുള്ള ക്ലബ്ബാണ് G8. അങ്ങനെയാണ് ഇന്ത്യയിലെ സമ്പന്ന സംസ്ഥാനങ്ങൾക്ക് പറയുന്ന പേരാ G8 സ്റ്റേറ്റ്. അതിൽ കേരളമുണ്ട്. ആ സ്റ്റേറ്റിൽ പ്രത്യേകം അറിയാം, അവയെല്ലാം തീരദേശത്തുള്ള, ഏകദേശം മിക്കുന്നതിന് തീരദേശത്തുള്ള ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ ബാക്കിയുള്ള ഒറീസയും വെസ്റ്റ് ബംഗാളും പോറാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ കുറേ സമ്പന്ന സ്റ്റേറ്റ് ഉണ്ട്, പാവപ്പെട്ട സ്റ്റേറ്റ് ഉണ്ട്. ബീമാരു എന്ന് പറയും, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഇവരൊക്കെ ഭയങ്കര പോറാണ്. അവിടുത്തെ ജനങ്ങളുടെ പോർക്ക് നമ്മൾ അറിയണമെങ്കിൽ 20 രൂപ നോട്ട് പോലും കയ്യിലുള്ള ജനങ്ങളിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. 20 നോട്ട് കുറവായതുകൊണ്ടല്ല, എന്താണ് അവിടെ വരുമാനമൊക്കെ ഇൻകമൊക്കെ വരും. എത്ര 20 രൂപയൊക്കെ ആയിട്ടാണ് ഒരു ദിവസത്തെ സാലറി കൊടുക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ തൊഴിലുറപ്പ് വന്നപ്പോഴാണ് ഈ ബീഹാറിലൊക്കെ ജനങ്ങൾക്ക് സിനിമ കാണാനൊക്കെ പോകാൻ തുടങ്ങി. ജന്മികൾക്കെതിരെ അവർ വിപ്ലവങ്ങൾ വെച്ചു. ഇവിടെ വരുമ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി അവർക്ക് എന്ത് ഫ്രീഡമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഹൊറിസോണ്ടൽ ഇംബാലൻസ് ഉണ്ട് സ്റ്റേറ്റുകൾക്കിടയിൽ. ചില സ്റ്റേറ്റുകൾ ഭയങ്കര മെച്ചപ്പെട്ടു. സോ ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് 280, നോട്ട് ജസ്റ്റ് ദിസ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ ബട്ട് ഓൾസോ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ദി എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സച്ച് സെൻട്രൽ റവന്യൂ എമംഗ് ദി സ്റ്റേറ്റ് ഈസ് ഓൾസോ സ്പെസിഫൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ഇംബാലൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഇംബാലൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, സെൻട്രിൽ നിന്ന് കുറേ പൈസ എടുത്ത് ആർക്ക് കൊടുക്കണം, സ്റ്റേറ്റിന് കൊടുക്കണം. കാര്യങ്ങൾ ഭയങ്കര ക്ലിയർ കട്ടാണ് നമ്മളെ സംബന്ധിച്ചോളം. ഇനി അങ്ങനെ കൊടുത്താൽ മാത്രമാണ്, കൊടുത്തെന്നുള്ള ഒരു ചെറിയ പണിയുള്ളൂ. എല്ലാവർക്കും എത്ര കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡിസ്ട്രിബ്യൂഷൻ ശരിയല്ലേ? ഇപ്പം നമ്മുടെ ആണെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വന്ന് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കുറേ സാധനങ്ങൾ ഗിഫ്റ്റായിട്ടും വെച്ച് കൊടുത്തെന്ന് വിചാരിച്ചു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ചുമ്മാ അറിഞ്ഞുള്ളൂ. ഒന്നും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളെല്ലാം ചിന്തിക്കും എനിക്ക് എന്തായാലും കിട്ടി. അല്ല അസിമെട്രിക് ആയിട്ടും പല വ്യത്യസ്തമായിട്ടാണെങ്കിൽ നമ്മളെ കമ്പയർ ചെയ്യും, ഞാനും കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, നമ്മളങ്ങനെ കമ്പയർ ചെയ്യും. പോട്ടെ, ആ എക്സാമ്പിൾ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഐറ്റങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മളെല്ലാം കമ്പയർ ചെയ്യും. നമ്മൾ പറയും എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല കിട്ടിയത്, അങ്ങനെ നമ്മൾ സ്വഭാവമായിട്ട് പറയും. അത് മനുഷ്യ സഹജ. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ പൊതുജനങ്ങളെന്ന് നിലയ്ക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ജോലി എന്ന് പറയും സെൻറ്ററിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ എങ്ങനെ സ്റ്റേറ്റുകൾക്കിടെ വീതം വെച്ച് കൊടുക്കുക എന്നുള്ളത്. ആ ജോലി മാറി ചെയ്യണം ഈ ഫിനാൻസ് കമ്മീഷൻ ചെയ്യണം. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ 2 കാര്യങ്ങൾ. ഒന്ന്, ദി എമൗണ്ട് ഓഫ് ടാക്സ് റവന്യൂ ഓ whose tax revenue? The central government's tax revenue. That should be transferred to the states every year. എല്ലാ വർഷവും കൊടുക്കണം. അതിന് 5 വർഷത്തിൽ നിന്ന് റെക്കമെൻഡേഷൻ നടത്താൻ അത് വേറെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ വരും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് അലോക്കേഷൻ എമോങ് ദി സ്റ്റേറ്റ്സ്. മനസ്സിലായല്ലോ? ആർക്കാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞാൻ തന്നെ പറയാം. ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശേ എത്ര ജനസംഖ്യയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമഡിയാണ്. ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയുണ്ട്,
ഒരു 21 കോടി ജനങ്ങളുണ്ട് അവിടെ. ഉത്തർപ്രദേശിലെ കാര്യമാണ്. ഉത്തർപ്രദേശ് ഒരു പാകിസ്ഥാനേക്കാളും ജനസംഖ്യ അവിടെയുണ്ട്. ഇനി ഉത്തർപ്രദേശിൽ ബ്രസീലിൻ്റെ അത്ര ജനസംഖ്യയുണ്ട്. ബ്രസീൽ ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇതൊക്കെ എൻ്റെ ഏകദേശ വിശ്വാസം കേട്ടോ. ഏകദേശം എന്ന് പറഞ്ഞാൽ തീരെ തെറ്റല്ല. അപ്പോൾ നമ്മൾ ഈ ഉത്തർപ്രദേശ് ഇന്ത്യയിൽ നിന്ന് മാറുകയെന്ന് വിചാരിച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പോപ്പുലേഷനുള്ള രാജ്യമാണ്. ഉത്തർപ്രദേശ് മാറിയാലും ഇന്ത്യ 2ാമത്തെ സ്ഥാനത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര ഭയങ്കര. ഉത്തർപ്രദേശ് രാജ്യമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ പോപ്പുലേറ്റഡ് രാജ്യമായിരിക്കും ഏത്? നമ്മുടെ ഉത്തർപ്രദേശ്. അത്രയും ജനങ്ങളുള്ള ഉത്തർപ്രദേശ് പറയുകയാണ് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് എന്ന് പറയുമല്ലോ. സ്വാഭാവികമല്ലേ? ഉത്തർപ്രദേശ് പറയും, ബീഹാർ പറയും, ഒറീസയും ബംഗാൾ പറയും ഞങ്ങളുടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പുവർ പീപ്പിൾ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് പറയും. മഹാരാഷ്ട്ര പറയും ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടണമെന്ന് പറയും. ശരിയല്ല? എല്ലാവർക്കും അവരവരുടെ ന്യായങ്ങൾ കാണും. അപ്പോൾ ഏത് ന്യായമാനത്തിലായ ബേസിലാണ് നമ്മൾ ഈ സെൻട്രൽ നിന്ന് കിട്ടിയ പൈസ സ്റ്റേറ്റുകൾക്ക് ഇവിടെ വിധിച്ചു കൊടുക്കേണ്ടത്? ആ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യേണ്ട ജോലിയും ആർക്കുണ്ട്? ഫിനാൻസ് കമ്മീഷൻ. ഇത്രയുമാണ് ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട 2 ജോലികൾ. ബാക്കി പഞ്ചായത്തുകൾക്ക് കുറേ പൈസ കൊടുക്കുന്നു, മുനിസിപ്പാലിറ്റിക്ക് പൈസ കൊടുക്കുന്നു, അതെല്ലാം എന്തുണ്ട്? ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് ഫിനാൻസ് കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, ഓടിച്ചിട്ട് കാണാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. വൈ ഫിനാൻസ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഗ്രോയിങ്? ഇനി വാട്ട് ഈസ് ഫിനാൻസ് കമ്മീഷൻ? വാട്ട് ആർ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ്? ഓക്കെ, നോക്കുക. ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇറ്റ്സ് നോട്ട് an extra constitutional body. Article 280 says clearly about, okay, എന്താണ്? what should be the role, responsibility of finance commission. Then article 279 like that, other articles are also there which I am not that much familiar. ഞാൻ അത് ഭയങ്കരമായിട്ട് ഓർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. വേറെ ആർട്ടിക്കിളും ഉണ്ട്. ഏതൊക്കെയാണ് ടാക്സ് റിസോഴ്സാണ് സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ആർട്ടിക്കിൾ 217, 69, 17 അങ്ങനെയൊക്കെ കുറേ ആർട്ടിക്കിളുണ്ട്. ഞാനിപ്പം ഓർക്കുന്നില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. വേറെ ആർട്ടിക്കിളൊക്കെ ഉണ്ട് ഫിനാൻസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഫിനാൻസ് കമ്മീഷനെ ഫോം ചെയ്യണമെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 280 ഒരു GSൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ എല്ലാം ചോദിക്കും കേട്ടോ. ഏതാണ് ഈ 280 എന്നുള്ള കാര്യം? ഓക്കെ, ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റഡ് ഇൻ എവറി 5 years. അതാണ് നമ്മൾ എല്ലാ 5 വർഷത്തിലും വരും. ഈ വർഷം വന്നു. അതിൻ്റെ ചെയർമാൻ ആരായെന്ന് പറയും? എൻ ഗസിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിടുക്കനായ ആളായിരുന്നു. എനിക്കദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വണ്ടടിച്ചു പോയി. ഇദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വായിച്ച് കഴിഞ്ഞാൽ സാറിന് ഗവൺമെൻറ്റിൽ ആർക്കും പിടികിട്ടില്ല. നല്ല ഇക്കണോമിക്സ് അറിയാവുന്നവരൊക്കെ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഇക്കണോമിസ്റ്റ് ആണെന്നൊക്കെ ഞാൻ വിക്കിപീഡിയ പേജ് നോക്കിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ എക്കണോമിക്സ് എങ്ങോട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇക്കണോമിക്സ് ഡിഗ്രി ഉള്ള ആളാണ്. പക്ഷേ എന്നാലും നല്ല വിവരമുള്ള ആളാണ് ഇത് എൻ ഗസിംഗ്. അദ്ദേഹം വേറൊരു കമ്മിറ്റിയുടെ ചെയർമാൻ. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇദ്ദേഹമാണ് ഈ 15th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ വിച്ച് സബ്മിറ്റഡ് ഇൻ റിപ്പോർട്ട്സ് ഇൻ 2020 ഫെബ്രുവരി. മനസ്സിലായല്ലോ? ഫെബ്രുവരി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേദിവസം ഇവർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. എന്നെ ഭയങ്കര എന്ന് വിചാരിച്ചു. ബഡ്ജറ്റിൽ അതനുസരിച്ച് എസ്റ്റിമേറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി സമയം വേണം, സാറിന് 2020-21 റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് 5 വർഷത്തേക്ക്. ഇവരിപ്പോൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് 2020-21 അതിനകത്ത് ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. നമ്മൾ ആ കോൺട്രവേഴ്സിയിലേക്ക് ചുമ്മാ ഒന്ന് പോകാം. കാരണം നമുക്ക് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എക്സാമിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ ചോദിക്കും. കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ ഈ നമ്മൾ പഠിക്കുന്ന പരീക്ഷ ഈ വർഷമാണ് ഇവരുടെ റെക്കമെൻഡേഷൻ വന്നത്. അതുകൊണ്ട് നമുക്ക് അവരോട് ആ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റ് ഇൻ എവറി 5 years ടു ട്രാൻസ്ഫർ ഫിനാൻഷ്യൽ റിസോഴ്സ് ഫ്രം ദി സെൻറ്റർ ടു ദി സ്റ്റേറ്റ്. Origin of Finance Commission lies in Article 280 of the Constitution. So that's enough, Then Article 280 prescribes that the President of India, ആരാണ് ഫിനാൻസ് കമ്മീഷനെ ഫോം ചെയ്യേണ്ടത്? ആരാണ്? പ്രസിഡന്റ്. ആർക്കാണ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത്? പ്രസിഡന്റിനാണ്. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ ഇവരുടെ ജോലി എന്താണ്? ഇവർ റെക്കമെൻഡേറ്ററി ബോഡിയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫിനാൻസ് കമ്മീഷന് വേറെ പവറൊന്നുമില്ല. അവർ ചെയ്യേണ്ടത് എന്താണ്? റെക്കമെൻഡേഷനാണ്. റെക്കമെൻഡേഷൻ ടു ഹും? To the President, and President recommendation will be submitted to the Cabinet. Cabinet will verify and will accept it or reject it. So ultimate power is with the Cabinet, which derives its power from the people. Okay, so that is the procedure of the creation of Finance Commission. About the transfer of central revenues to the states and its allocation among them and other matters assigned to it. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ഫിനാൻസ് കമ്മീഷൻ ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഒരു കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ചില ജോലിയുണ്ട്. അതിൽ ഏറ്റവും വലിയ ജോലി എന്തായിരിക്കും? പഠിക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ വേറെ ജോലിയുണ്ട്, നമ്മൾ മത്സരത്തിന് ഡിബേറ്റിൽ പോകുന്നു, നമ്മൾ വേറെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ്, ഇതെല്ലാം പ്രധാനപ്പെട്ട. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ജോലി കിട്ടുന്നത് നമ്മുടെ അസോസിയേറ്റ് സ്കില്ലിൻ്റെ പേരിലായിരിക്കും. നമ്മൾ പഠിച്ച നോളജ് നമുക്ക് കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ചാൽ ഇതുപോലെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അവർക്കൊരു പരമ്പരാഗതമായ 15 ഫിനാൻസ് കമ്മീഷനുണ്ട്. മനസ്സിലാക്കണം. 15 എത്രയാണെന്ന് വിചാരിച്ചു? 75 വർഷത്തിൽ 15 ഫിനാൻസ് കമ്മീഷൻ ഉണ്ടായി. ഈ 15 ഫിനാൻസ് കമ്മീഷൻ 15 25 അല്ലേ? 25. അപ്പോൾ 75 അവസാനത്തെ 5 കംപ്ലീറ്റ് ആയില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ
15 ഫൈനാൻസ് കമ്മീഷനിലും സ്റ്റാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. എല്ലാ ഫൈനാൻസ് കമ്മീഷനും ചെയ്യേണ്ട ജോലിയുണ്ട്. ഒന്നാമത്തെ, സെൻറ്ററിൻ്റെ എത്ര മാത്രം ടാക്സ് സ്റ്റേറ്റിന് കൊടുക്കണം. രണ്ടാമത്തെ, ഇതിൻ്റെ അലോക്കേഷൻ അടി കൂടാതെ ഇതെങ്ങനെ സ്റ്റേറ്റിനിടയ്ക്ക് വീതിച്ചു കൊടുക്കണം. രണ്ടും പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാവും. ആദ്യത്തെ പരിഹരിച്ചെന്ന് വിചാരിച്ച് രണ്ടാമത്തെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഓക്കെ, സോ നമ്മൾ അതിനെക്കുറിച്ച് കാണുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠാപരമായി നോക്കുകയാണെങ്കിൽ ഫൈനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, prescribes that the President of India shall constitute a finance commission every 5 years to give recommendation to him about the transfer of central revenues. ടാക്സ് റവന്യൂ കേട്ടോ, നോൺ ടാക്സ് അല്ല. ഓർത്തണം, ഈ സെൻറ്ററിന് ഒത്തിരി വരുമാനമുണ്ട്, അതിലേതാണെന്നുള്ളതാണ്. ടാക്സ് റവന്യൂ മാത്രം. എല്ലാ ടാക്സും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. 2011 ഫൈനാൻസ് കമ്മീഷനാണ് എല്ലാ ടാക്സും സെൻറ്ററിൻ്റെ കൊടുക്കും. നേരത്തെ സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട 2 ടാക്സ് സ്റ്റേറ്റിന് കൊടുക്കുമല്ലായിരുന്നു. ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ ടാക്സ് സ്റ്റേറ്റിന് കൊടുക്കണം, ആ ടാക്സിനെ എല്ലാം കൂടെ നമ്മൾ പറയുന്നത് ഡിവിസിബിൾ പൂൾ. ഡിവിസിബിൾ പൂൾ എന്ന് പറഞ്ഞാൽ എ പൂൾ ഓർ എ ബോക്സ് ദാറ്റ് കംപ്രൈസസ് ദ ടാക്സസ് ദാറ്റ് ഷുഡ് ബി കവേർഡ് ഓർ ട്രാൻസ്ഫർ ഷെയർഡ് ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് ദി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിസിബിൾ പൂൾ എന്താണ്? ഡിവിസിബിൾ പൂൾ ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് ടാക്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ദാറ്റ് ദി സെൻറ്റർ ഷുഡ് ഷെയർ വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിസിബിൾ പൂൾ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, എവിടെയെങ്കിലും പരീക്ഷയ്ക്ക് ഓർത്താൽ നിങ്ങൾ ഓർത്തണം, ഇതാണ് ഡിവിസിബിൾ പൂൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്, ടു ഗീവ് റെക്കമെൻഡേഷൻ ടു ഹിം അബൌട്ട് ദി ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ റവന്യൂസ് ടു ദി or taxes to the states and its allocation among the state. Which state, what should be the criteria in allocating this transferred amount of taxes? Suppose it is 41%. Okay, 41% of the tax of the central government. Okay, that should be transferred to the state, right? So what should be the criteria and other matters? ഞാനിങ്ങനെ ഒരു മെസ്സേജ് നോക്കിയാൽ പ്രിൻസിപ്പൽ അയച്ച മെസ്സേജ് കേട്ടോ, സാരമില്ല, ഇങ്ങനെയൊക്കെ മെസ്സേജൊക്കെ വരും, സാരമില്ല, നമ്മൾ ചെക്ക് ചെയ്യണം. വെരി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. വി ആർ കണ്ടിന്യൂയിങ്. ദർ ആർ 3 core areas for finance commission to make recommendations tradition. ഒരു ഫൈനാൻസ് കമ്മീഷനാണോ, അതിന് 3 റെക്കമെൻഡേഷൻസ് ഉണ്ട്, 3 തരത്തിലുള്ള ജോലിയുണ്ട്. സോ നമ്മൾ പറയില്ല 3 ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. വേറെ ഒത്തിരി ജോലികളുണ്ട് കേട്ടോ, അതിങ്ങനെ കാലഘട്ടം നമ്മൾ സാമ്പത്തിക സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് ഫൈനാൻസ് കമ്മീഷൻ അഡീഷണൽ റെക്കമെൻഡേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ജോലി എന്താണ്? റിസോഴ്സ് ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എമംഗ് ദി സ്റ്റേറ്റ്സ്. ഇത് വെട്ടിക്കളഞ്ഞാൽ ഇതൊക്കെ ടൈപ്പിംഗ് എറർ അതൊക്കെ സംഭവിക്കും. റിസോഴ്സ് ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്സ്, അപ്പോൾ സ്റ്റേറ്റിന് റിസോഴ്സ് കൊടുക്കണം. ആരുടെ? സെൻട്രിൽ നിന്ന്. എന്ത് റിസോഴ്സ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ടാക്സ് ആണ്. ആൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് സച്ച് റിസോഴ്സ് എമംഗ് ദി സ്റ്റേറ്റ്സ്. Principle that should get the allocation of grants in aid to the states out of the central consolidated fund and the. അപ്പോൾ ഇവിടെ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാം. ഒന്ന്, എന്ത് കൊടുക്കണം? സെൻറ്ററിൻ്റെ ടാക്സ് എത്ര ശതമാനം? 41%. ഇപ്രാവശ്യം പറഞ്ഞു കേട്ടോ, സെൻട്രൽ ഗവൺമെൻറ് 41% സെൻട്രൽ സ്റ്റേറ്റുകൾക്ക് വീതിച്ചു കൊടുക്കണം. അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ ഈ ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത് എന്നാണെന്നറിയോ? നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, നിങ്ങൾക്കത് അവകാശപ്പെട്ടതാണ്. സ്റ്റേറ്റുകളോട് ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അറിയോ, അവകാശപ്പെട്ടതാണെങ്കിൽ ഉത്തരവാദിത്തോടെ അത് ചിലവാക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കണം. ആരാണ്? സ്റ്റേറ്റ്. അല്ല വെറുതെ വേറെ അടുത്തും അവിടെ ഇവിടെ കൊണ്ട് ചിലവാക്കരുത്. ഉത്തരവാദിത്തോടെ. ശരിക്കും അതിന് പറയുന്ന പേര് ഡെവല്യൂഷൻ ആട്ടോ. ചുമ്മാ ടെക്നിക്കൽ വാക്ക് നിങ്ങളെ പേടിപ്പിക്കാനല്ല. ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പൈസ മാത്രമല്ലായിരുന്നേ, മറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ തരുക. അതിന് പറയുന്ന പേരാണ് ഏത്? ഡെവല്യൂഷൻ. ഓക്കെ, പ്രീറ്റിയിലോ ഡെവല്യൂഷണൽ വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ ഓർത്തേക്കണം. ഇത് നമ്മൾ പഠിപ്പിക്കാത്തതാണല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിക്കരുത്. ഇതൊരു ഹയർ ഓർഡർ ടേമാണ്. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു the first point and we covered the second. Allocation among the state. സ്റ്റേറ്റുകൾക്കിടയിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും എങ്ങനെയായിരിക്കണം? ഈ 15th ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞു എന്നാ അറിയാം, ഭയങ്കര കോമഡി ആയിരുന്നു. ഏത് സ്റ്റേറ്റുകൾക്ക് കൊടുക്കാം? അതേ അവർ പറഞ്ഞ ഒരു പുതിയ സംഭവം എന്നാ അറിയോ? ഇക്കോളജി ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്കും കൂടെ കൊടുക്കണം. അതും ഒരു ക്രൈറ്റീരിയനായിട്ട് വേണം. പാവപ്പെട്ടവർ, അതിന് ഇൻകം ഡിസ്റ്റൻസ് എന്നാണ്, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സൈസ് കൂടിയവർ, ടാക്സ് കൂടുതൽ കൊടുക്കുന്നവർ, അവർക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. ഇതിനെല്ലാം ക്രൈറ്റീരിയ ഉണ്ട്. മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിച്ചവർ, ആ സ്റ്റേറ്റുകൾക്കും കൂടുതൽ കൊടുക്കും. കേരളത്തിന് ഭയങ്കര നേട്ടമായിരുന്നു. കാരണം കേരളത്തിന് എന്നാ സംഭവിച്ചെന്ന് അറിയോ? ഫിനാൻസ് കമ്മീഷൻ നോക്കുമ്പോൾ കേരളത്തിലെല്ലാം ഭയങ്കര വനമായി പോയി. കാരണം അറിയാം, റബ്ബറൊക്കെ അവർ വനമായിട്ടാവട്ടെ. അപ്പം കേരളത്തിന് കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ റബ്ബർ എന്ന് പറയുന്നത് കവറേജ് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിന് വനം കൂടുതലുണ്ട് എന്ന് തോന്നി കേരളത്തിന് അത്യാവശ്യം അതിൻ്റെ പേര് കൂടുതൽ കിട്ടും. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷനിൽ ഏറ്റവും കുറഞ്ഞ് കിട്ടിയ സംസ്ഥാനം കേരളത്തിൻ്റെ ഷെയർ ഞാനിന്ന് പഠിച്ചു നോക്കിയാൽ 2.5 നിന്ന് 1.9 കുറഞ്ഞു പോയി. ചെറിയ കുറവൊന്നുമില്ല, ഭയങ്കര കുറവാണ്. സോറി കേട്ടോ, സോറി, ഐ എം വെരി വെരി സോറി. പൂച്ച ആടിയതാണേ. ഓക്കെ, അതുകൊട്ടെ. ഞാൻ പറഞ്ഞതെന്നറിയോ, നമ്മളെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്?
കേരളത്തിൻ്റെ അതേ ഫീച്ചറുള്ള സംസ്ഥാനമൊക്കെയാണ് തമിഴ്നാട്. തമിഴ്നാടിന് കൂടിയതേ ഉള്ളൂ, കേരളത്തിന് കുറഞ്ഞു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 3 റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ ഈസ് ഇത്. സെക്കൻഡ് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു സാധനം കൂടെ ഉണ്ട്, അലോക്കേഷൻ. 2 പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ഗൈഡ് ദി അലോക്കേഷൻ ഓഫ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ഓഫ് ടു ദി സ്റ്റേറ്റ്. ഇപ്പോൾ ഈ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞാൽ അറിയോ, അതിങ്ങനെ എന്താണ്, സ്റ്റേറ്റുകൾക്ക് കുറേ ഗ്രാൻഡ് കൊടുക്കുക. ആര് കൊടുക്കുന്നു? സെൻട്രൽ കൊടുക്കുക. അപ്പോൾ ആ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലും ഒരു കാര്യം മീറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിൽ ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയോ? 1 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഗ്രാൻഡ് കൊടുക്കും. 2 എന്താണെന്നറിയോ? റവന്യൂ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ. എന്താ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമോ? നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചിലവാക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് പൈസയില്ല. കേരളം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്കറിയാമോ? ഈ ഫൈനാൻസ് കമ്മീഷൻ 75,000 കോടി രൂപ സ്റ്റേറ്റുകൾക്ക് റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന വരവിനേക്കാളും കൂടുതൽ ദൈനംദിന ചിലവ് ഉള്ള സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ 15 സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടെ 75,000 കോടി രൂപ ആര് വീതിച്ചു കൊടുത്തു? പ്രപ്പോസ് ചെയ്തു. ഈ ഫൈനാൻസ് കമ്മീഷൻ പ്രപ്പോസ് ചെയ്തു. അതിൽ 15,000 കോടി രൂപയും കിട്ടുന്നത് കേരളത്തിനാണ്. 75 കുഞ്ഞ് സംസ്ഥാനം എന്ന് വിചാരിച്ചാണ്. കേരളത്തിന് അവിടെ ലോട്ടറി അടിക്കും, ബാക്കി എല്ലായിടത്തും നഷ്ടമായിരുന്നു. നഷ്ടത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ സഹായ ഗ്രാൻഡ് സ്റ്റേറ്റുകൾ കൊടുക്കുമ്പം അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്താ മനസ്സിലായല്ലോ? റവന്യൂ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ ഗ്രാൻഡ്, ഡിസാസ്റ്ററിന് വേണ്ടി ഗ്രാൻഡ് കൊടുക്കണം, പിന്നെ സോഷ്യൽ സെക്ടർ പ്രോഗ്രാം, ഇങ്ങനെ 5-6 തരത്തിലുള്ള ഗ്രാൻഡുകൾ ഈ ഫൈനാൻസ് കമ്മീഷൻ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ഇത് സാധാരണ ഫൈനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അടുത്ത് മെഷേഴ്സ് ടു സപ്പോർട്ട് ഫൈനാൻസസ്. ഓക്കെ, മെഷേഴ്സ് ടു സപ്പോർട്ട് ഫൈനാൻസസ് ഓഫ് ലോക്കൽ ബോഡീസ് ആർ ടു ബി സജസ്റ്റഡ് ബൈ ദി ഫൈനാൻസ് കമ്മീഷൻ. അതാണ് ഏറ്റവും വലിയ. ഇന്ത്യ 3 ടയർ ഗവൺമെൻറ് ആണല്ലോ. അതിൽ താഴത്തെ ടയർ എന്ന് പറഞ്ഞാൽ എന്നും താഴെ കിടക്കും. അവർക്ക് പൈസ ഇല്ല, സ്വന്തമായി ടാക്സ് ഇല്ല. നമ്മൾ പഞ്ചായത്തിന് എന്തെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടോ? വളരെ കുറച്ച് പേരക്കരം, തൊഴിൽക്കരം എന്നൊക്കെ പറഞ്ഞ കാര്യം. അവിടുത്തെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്ക് ശമ്പളം കൊടുക്കാൻ പോലും തികയില്ല. പഞ്ചായത്തിന് വരുമാനം ഇവിടുന്ന് കിട്ടുമെന്ന് പറയും. പഞ്ചായത്തിൻ്റെ വരുമാനം സെൻട്രലിൽ നിന്ന് ഫൈനാൻസ് കമ്മീഷൻ വഴി സ്റ്റേറ്റിൽ നിന്ന് പഞ്ചായത്തിന് കിട്ടും. ഇതാണ് എൻ്റെ റൂട്ട്. അപ്പോൾ സ്റ്റേറ്റ് ഇത് മിക്കയിടത്തും പിടിച്ചു. ചില സ്റ്റേറ്റുകളിൽ നിന്ന് പറയാം പഞ്ചായത്തിൽ നിന്ന് കാണില്ല, എന്നിട്ട് ഇവർ തന്നെ എടുത്ത് ചിലവാക്കും. കേരളത്തിൽ അങ്ങനെയല്ല, ഇതെല്ലാം ഭയങ്കര കറക്റ്റാണ്. കേരളം ഭയങ്കര സൂപ്പറാട്ടോ ഇക്കാര്യത്തിൽ. ഫൈനാൻസ് കമ്മീഷനൊക്കെ ഉണ്ട്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ വരെ കേരളത്തിലുണ്ട്. അപ്പം പഞ്ചായത്തുകൾക്ക് കൃത്യമായ പൈസ കിട്ടുകൊണ്ട് പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ വരാൻ പോകും. അപ്പോൾ എല്ലാ കാര്യമായിട്ട് നമ്മൾ നടത്തുന്നു നോക്കും. അപ്പം ഈ പഞ്ചായത്ത് 3 ടയർ ഗവൺമെൻറ്റിൽ സെറ്റപ്പിൽ പഞ്ചായത്തിൻ്റെ നടത്തിപ്പിന്, പഞ്ചായത്തിന് ടാക്സ് വരുമാനം കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ നടത്തിപ്പിന് എത്ര പൈസ സെൻറ്ററിൻ്റേത് സ്റ്റേറ്റ് വഴി പഞ്ചായത്തിന് കൊടുക്കാനുള്ള റെക്കമെൻഡേഷൻ ആര് നടത്തും? ഈ 15th എല്ലാ ഫൈനാൻസ് കമ്മീഷൻ നടത്തും. ഓക്കെ, സോ ഫൈനാൻസ് കമ്മീഷൻ ഷുഡ് സജസ്റ്റ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഡിറ്റർമൈൻ ബോത്ത് ട്രാൻസ്ഫർ ഫ്രം ദി സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് അലോക്കേഷൻ എമംഗ് സ്റ്റേറ്റ്. പിടികിട്ടില്ലോ? ഇനി ബിസൈഡ്സ് ദി കോർ റിസോഴ്സ് ട്രാൻസ്ഫർ recommendation function, finance commission have to make some expertise function അത് to study the fiscal situation both the central and state and make corrective action depending upon the time, so ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെന്തൊക്കെയാണ് നടത്തുന്നത് അറിയോ? ഇവരിപ്പം GST എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഗവൺമെൻറ് കൂടുതൽ ചിലവാക്കണമെങ്കിൽ കൂടുതൽ കടം എടുത്താലും ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ എസ്കേപ്പ് ക്ലോപ്സ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനത് പറയുന്നില്ല. അത് പോട്ടെ നമുക്ക്. പക്ഷേ അടുത്ത കൊല്ലമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങളൊരു ബാങ്ക് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഈ എസ്കേപ്പ് ക്ലോസ് ഒക്കെ എന്നാണ് ചുമ്മാ ചോദിച്ചുകളെ. അപ്പോൾ അത് നമ്മൾ പിന്നീട് നോക്കും. സോ യൂഷ്വലി എവറി ഫൈനാൻസ് കമ്മീഷൻ ഹാസ് ടു റിവ്യൂ ദി കറണ്ട് സ്റ്റേറ്റ് ഫൈനാൻസ് ഓഫ് ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്. അഡീഷണലി ഫൈനാൻസ് കമ്മീഷൻസ് ഗിവ് സജഷൻസ് ടു സ്ട്രെങ്തൻ ദി ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ലോക്കൽ ബോഡീസ്. Any other matter specifically requested by the government should also be studied by the finance commission while making recommendations. അതാണ് ഫൈനാൻസ് കമ്മീഷൻ. ഇങ്ങനെ ആദ്യം 3 ഫംഗ്ഷൻ കഴിഞ്ഞ് ബാക്കി കൊട്ടപ്പടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഫംഗ്ഷൻ സ്റ്റഡി നടത്താൻ ഇവർക്ക് ഉത്തരവാദിത്വം കൊടുക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും എല്ലാ ഫൈനാൻസ് കമ്മീഷൻ കിട്ടുന്ന റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 3 ആയിരിക്കും. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 3 ആയിരിക്കും. അതിലത്ര വലിയ ഒരു നോവൽറ്റി ഇല്ല. മറിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഗവൺമെൻറ് ഈ ഫൈനാൻസ് കമ്മീഷനോട് ചോദിക്കും. അതാണ് ഇവരെ എന്താ പറയുക, ഇവരെ ഭയങ്കര ആക്റ്റീവ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇവരെ ഭയങ്കര യുണീക്ക് ആക്കി മാറ്റുന്നത്. ഓക്കെ, നമ്മൾ 15th ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കൂടെ കണ്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, what is 15th Finance Commission? There were 14 Finance Commissions. The 15th one has made its recommendation on 2020 February മാസം ഏതാ? ജനുവരി 31. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസം നോക്കുമായിരുന്നു ഈ ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുക്കണം. കാരണം അതിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണം February 1 ബഡ്ജറ്റ് നടത്താൻ. കാരണം ആ ബഡ്ജറ്റ് എന്താ 2020-21 അപ്പോൾ അനുസരിച്ച് സെൻറ്റർ എത്രമാത്രം ടാക്സ് കിട്ടും ബാക്കി സ്റ്റേറ്റിന് കൊടുക്കണമല്ലോ. അതെല്ലാം ആരാ പറയേണ്ടത്? ഫൈനാൻസ് കമ്മീഷൻ പറയേണ്ടത്. എന്നിട്ട് ഇവർ January 31 പബ്ലിഷ് ചെയ്തു. അപ്പോൾ തലേദിവസം പബ്ലിഷ് ചെയ്തെങ്കിലും ഗവൺമെൻറ് നേരത്തെ കിട്ടി. അങ്ങനെ ബഡ്ജറ്റ്
ടൈലർ ചെയ്ത് അതൊക്കെ വേറെ കാര്യം. ഓക്കെ, സോ ദി ഫിനാൻസ് കമ്മീഷൻ ഹാസ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ പീരിയഡ് 2020-2025. It got importance because of the terms of reference that the commission has used population data for 2020-2011. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാണെന്നറിയോ? ഭയങ്കര രസം കേട്ടോ. ഈ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് സാധാരണക്കാർ വരെ ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ടി വിയിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. ഭയങ്കര രസകരമായ ഒത്തിരി കാര്യങ്ങൾ ഈ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. അതിൽ ഇൻട്രഡക്ഷൻ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഈ ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റുകൾക്ക് റിസോഴ്സ് ട്രാൻസ്ഫർ എന്തിൻ്റെ ബേസിലായിരിക്കും? പോപ്പുലേഷൻ്റെ ബേസിലാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുമല്ലോ, ശരിയല്ലേ? പോപ്പുലേഷൻ ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് വർഷത്തെ പോപ്പുലേഷനാണ് കണക്കിലെടുക്കേണ്ടത്? ഇതുവരെ എല്ലാ ഫിനാൻഷ്യൽ കമ്മീഷൻ 1971 പോപ്പുലേഷനാണ്. 1971 പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ പോപ്പുലേഷൻ നല്ലൊരു ശതമാനം കേരളത്തിലുണ്ടായിരുന്നു, 5% ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 3% ഉള്ളൂ. അപ്പം 1971 സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5% വെയിറ്റേ കിട്ടിയേനെ. എന്ന് പറഞ്ഞാൽ നമുക്ക് 5% പോപ്പുലേഷൻ അതിനനുസരിച്ച് കൂടുതൽ പൈസ കിട്ടിയേനെ. 2011 സെൻസസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ അത്ര ഉണ്ടോ? കാരണം നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ വെച്ചുകൊണ്ട് നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞു പോയി. മറ്റ് സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ ഇടിച്ച് കയറി. അപ്പോൾ അവർക്ക് കൂടുതൽ പൈസ കിട്ടും, നമുക്ക് പൈസ കിട്ടില്ല. അതുകൊണ്ട് നമ്മളെന്നെ അവിടെ അറിയാം 1971 പോപ്പുലേഷൻ അനുസരിച്ച് മതി കാര്യങ്ങൾ വീതം വെക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ പറഞ്ഞു 1971 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നാൽ ഇതാണ് 2011 സെൻസസ് അനുസരിച്ച് വേണം 2020-2025 കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ലെ പഴയ കാര്യങ്ങൾ വെച്ചൊന്നും പഴയ പോപ്പുലേഷൻ വെച്ചൊന്നും പുതിയ എന്താ പറയുക ടാക്സ് റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യരുത്. അപ്പം കേരളം പറഞ്ഞു പോപ്പുലേഷനെ കുറച്ച് ഭയങ്കര സഹിച്ച് വികസനം പ്രാപിച്ച ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ അച്ചടക്കമുള്ള സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഒരു പെനാൽറ്റിയാണ് ഇങ്ങനെ 2011 ഉപയോഗിച്ച്. അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിനെതിരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഹിന്ദുവിൽ ആർട്ടിക്കിൾ എഴുതി കേട്ടോ. അതിനെതിരെ എക്കണോമിക് ടൈംസിലെ ആർട്ടിക്കിൾ, ഈ ആർട്ടിക്കിളിൻ്റെ കണ്ടൻറ്റൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര നല്ല ടേംസൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ മുഖ്യമന്ത്രി ആർട്ടിക്കിൾ എഴുതി. ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. അതിനകത്ത് അദ്ദേഹമാണ് ഭയങ്കര നല്ല ആർട്ടിക്കിൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. പക്ഷേ അതിനേക്കാളും അതിന് നമ്മൾ ജനങ്ങളൊരു ഉത്തരവാദിത്തം വേണമെന്നായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു കണ്ടൻറ്റ്. അതിന് നേരെ തിരിച്ച് അതിന് ബദലായിട്ട് ഈ എക്കണോമിക് ടൈംസിലെ ഒരു ആർട്ടിക്കിൾ വന്നു. അപ്പോൾ അതുപോട്ടെ, നമ്മൾ ഈ തുടക്കം മാത്രം നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം, ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു കോൺട്രവേഴ്സ്യൽ ഐറ്റമാണ് നമ്മളെ സംബന്ധിച്ച്. 2015 സെൻസസും കൂടെ കണക്കിലെടുത്താണ് ഈ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ. അതുകൊണ്ടാണ് ശരിക്കും 2.5 1.9. എന്നാലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം കേരളക്കാരുണ്ട്? ഒരു 3.2%. പക്ഷേ നമുക്ക് ഫിനാൻസ് കമ്മീഷൻ തരുന്ന വരുമാനം എത്ര അറിയാം? മൊത്തം സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന വരുമാനത്തിൽ 1.9%. ഈ ജനസംഖ്യ ഇത്ര, ഷെയർ ഇത്ര, ബാക്കി എവിടെ പോയി? ബാക്കി നമ്മുടെ വികസന സൂചികകൾ മുകളിലായതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ വന്നു. അതാണ് സംഭവിച്ചു പോയത്. എല്ലാ സംസ്ഥാനവും, തമിഴ്നാടിന് അങ്ങനെയല്ല. ഞാൻ തമിഴ്നാടിൻ്റെ ഒത്തിരി സ്റ്റഡി നടത്തുന്നത് കേട്ടോ. തമിഴ്നാടിന് നമ്മളെപ്പോലെ വികസന സൂചികളാണ്. പക്ഷേ തമിഴ്നാടിന് എന്ത് നേട്ടങ്ങൾ കിട്ടിയെന്ന് എനിക്ക് പല കണക്കിൽ എത്രയായാലും പിടിയിട്ടില്ല. തമിഴ്നാടിന് അവർക്ക് ഒരു കാരണവശാലും കുറഞ്ഞില്ല, അവർക്കും കുറയേണ്ടതായിരുന്നു. നമ്മളെപ്പോലെ വികസന സൂചിയിൽ മുമ്പ് നിൽക്കുന്ന സംസ്ഥാനമായ തമിഴ്നാടിന് ഒന്നും കുറഞ്ഞു പോയില്ല. Okay, so it got importance because of what we can say, the use of 2011 census. More importantly, the 15th Finance Commission comes in the context of the few historical, fiscal and economic developments in the country. ചില സാമ്പത്തിക അതുപോലെ തന്നെ സാമ്പത്തിക ഫിസ്ക്കൽ ഗവൺമെൻറ് പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസിയുടെ കോണ്ടസ്റ്റിൽ ഈ ഫിനാൻസ് കമ്മീഷൻ പ്രത്യേകത എന്തൊക്കെയാണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനാൻസ് കമ്മീഷൻ ആഫ്റ്റർ ദി അബോളിഷൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ. ഈ മനസ്സിലായല്ലോ, പ്ലാനിംഗ് കമ്മീഷൻ പൂർണ്ണമായിട്ടില്ലാതെ തീർന്നതിന് ശേഷം പ്ലാനിംഗ് കമ്മീഷൻ കൂടെ നമുക്ക് പൈസ കിട്ടുമായിരുന്നു. ആ പൈസയും കൂടെ ഇനി കിട്ടുമല്ല, അതും കൂടെ ആര് കൊടുക്കണം? ഫിനാൻസ് കമ്മീഷൻ കൊടുക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ആഫ്റ്റർ ദ ലോഞ്ച് ഓഫ് GST വന്നതിന് ശേഷം ആദ്യത്തെ ഫിനാൻസ് കമ്മീഷനാണ്. ഈ രണ്ട് ഘടകങ്ങളും ഇതിനെ ഭയങ്കര നോവലായിട്ടാക്കുന്നു. ബാക്കി ഇറക്കും ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ, സമയമായില്ല. നിങ്ങളൊക്കെ ഒത്തിരി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ചാർജൊക്കെ പോയി ബുദ്ധിമുട്ടായി മൊബൈൽ നോക്കി ഇരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതും കൂടെ നമുക്ക് പറഞ്ഞ് അവിടെ കൊണ്ട് അങ്ങ് തീർക്കാം. ഓക്കെ, ഫങ്ഷൻസ്, റിസോഴ്സ് ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് സച്ച് റിസോഴ്സ് എമംഗ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആ സാധനങ്ങൾ ഇവിടെ നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ മതി. ഫിനാൻസ് കമ്മീഷൻ സാറിന് കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ഫങ്ഷൻസ് ഒക്കെ ഇവിടെയും കൊടുത്തേക്കും. പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ഗെറ്റ് ദി അലോക്കേഷൻ ഓഫ് ഗ്രാൻഡ്സ് ഇൻ ടു ദി സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് ആണ് കേട്ടോ, ടാക്സ് അല്ല. ഇവിടെ ടാക്സ് ഇത് വേറെ, അത്ര ലെസ് സിഗ്നിഫിക്കൻ്റ്. ഇതാണ് ഭയങ്കര പ്രധാനം, മനസ്സിലായല്ലോ. നമ്മളെങ്ങനെയാണ് അലോക്കേറ്റ്, എത്രമാത്രം സെൻറ്ററിന് കൊടുക്കണം, സെൻറ്ററിൻ്റെ എങ്ങനെ സ്റ്റേറ്റുകൾക്ക് വീതം വെക്കാം. ഇനി മെഷേഴ്സ് ടു സപ്പോർട്ട് ഫൈനാൻസ് ഓഫ് ദി ലോക്കൽ ബോഡീസ് ആർ ടു ബി സജസ്റ്റ് ബൈ ദി ഫൈനാൻസ് കമ്മീഷൻ. നമ്മൾ പഠിച്ചതാണ് പഞ്ചായത്തിനും അതുപോലെ മുനിസിപ്പാലിറ്റിക്ക് എത്രമാത്രം പൈസ കൊടുക്കണം അതിനെക്കുറിച്ചുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്ലാസ്. ഇൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് വാട്ട് വി ക്യാൻ സേ ദ ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. ഓക്കെ, നോക്കട്ടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? റെക്കോർഡ് ചെയ്തിട്ട്